എൻ മേനിയിൽ നിൻ ദ്രംഷ്ട സ്പർശിക്കവേ ഞാൻ അറിയുന്നു. അയ്യോ ബാഹുലൻ സാറിന് തേനീച്ച കുത്തിന്ന്. തേനീച്ചക്ക് ഇപ്പൊ വേറെ വെച്ചോട്ടോ ചേട്ടാ. അങ്ങേര് വല്ല ആ കൂട്ടിന്റെ അടുത്ത് കവിത വല്ല പാടിക്കണം. അങ്ങനെ ആ കൂട്ടിന്റെ അടുത്ത് കവിത വല്ല പാടിക്കണം. ഞാൻ കൂടെ വരാം. സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. വേറെന്തോ വലുത് വരായിരുന്നാണ്. ഇങ്ങനെ പോയിന്ന് കരുതിയാണ്. വേറെന്ത് വലുത് വരെ നീ പോടാ. എടാ ഈ തേനീച്ച നിസ്സാരമായിട്ട് കാണണ്ട. ഈ തേനീച്ച പറന്നു വന്ന് സാറിന്റെ പല്ലിലാണ് കൊത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പണി തീർന്നു. നീ പോടാ അവിടെ നിന്ന്. തേനീച്ച കുത്തിന്ന് വെച്ചാൽ ആള് മരിക്കോ? പിന്നെ ഞാൻ ഡിസ്കവറി ചാനൽ എത്ര വർഷം കണ്ടെന്നറിയോ? സാറിന്റെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ തേനീച്ചയ്ക്കൊന്നും ഇപ്പൊ ഒരു ബോധമില്ലെന്നേ. അല്ലെങ്കിൽ ഇയാളെ കൊത്തുവോ? ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ ബാഹുലയൻ സാറിനെ ഒരു തേനീച്ച കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ഇത് നാളെ നമുക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ തേനീച്ചക്കൂട് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെടണം. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിന്നേ പറ്റുള്ളൂ. പഴയ പോലെ ഓരോ പ്രശ്നം വരുമ്പോൾ മുങ്ങിക്കളയരുത്. പ്രത്യേകിച്ച് രവിയേട്ടനോടാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോ ഓടിയെന്നാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അപ്പം മുങ്ങി കളയും. പിന്നെ അല്ല ഒന്ന് അങ്ങോട്ടോ മാറണം, ഒളിച്ചോട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ മാത്രമാകും പിന്നെ ഒറ്റയ്ക്ക്. പിന്നെ നീ ഒറ്റ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അപ്പുറത്തെ മെഷീനറി ക്ലാസ്സിൽ മെഷീൻസ് ഒക്കെ എടുത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് വെക്കാൻ കുത്തല്ലേ. നമ്മൾ തേനീച്ച കുത്തുന്ന കാര്യമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നേരെ അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മള് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകാം. വാ. എടാ ഞാൻ എന്താ പറഞ്ഞു കണ്ട അല്ലെന്ന് മാമിര വന്നോ അവിടെ നിൽക്കുന്നു. ഇതെന്നെ പറയണ അപ്പം ഇങ്ങനെ ഒന്നും കൂടെ കൂട്ടല്ലേ. ഞാൻ അതല്ലെന്ന് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ കണ്ടിട്ട് തിരിച്ചു വരാം. അതങ്ങനെ മുങ്ങലാവണത്. ഇവിടെ മാമിന്റെ മോൻ പുറത്ത് നിൽക്കട്ടെ. ഇത് തേനീച്ച കുത്തുന്ന കാര്യമാണ്. ആദ്യം ഇത് സോൾവ് ചെയ്യുവാ. അവൻ പോടാ. നിങ്ങൾ എന്തെണ്ണ ഇത്? എന്തെണ്ണ? നീ പോടാ അങ്ങോട്ട്. എവിടെ കിടക്കുന്നത്? കുമാരാ കുമാരാ ഇയാളെ ഇവിടെ പോയി രണ്ടെണ്ണം വെറുതെ ലീവ് എടുത്ത് എങ്ങാണ്ടാവും. വെള്ളവനെ വിളിച്ചാലൊക്കെ എത്രയായി? വാ ക്ലാസ്സിലൊന്നും കയറണ്ടേ? പഠിക്കൊന്നും വേണ്ടേ? എങ്ങനെ കയറി സാറേ? ആ ഭാഗത്തേക്ക് പോവാൻ തന്നെ പേടിയാണ്. സാർ നമ്മുടെ സെക്ഷന്റെ മേളിലാണ് തേനീച്ച കൂട് വെച്ചേക്കണേ. ബാഹുലയൻ സാറിനെ കുത്തിയപോലെ ഇനി ഞങ്ങളെ കുത്തും തേനീച്ച. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ സാറേ. അതിന് ഞാൻ കയറി തേൻ എടുക്കാനാ? ഇവിടെ ഒരു പീനുണ്ടല്ലേ, ഞങ്ങളുടെ നല്ലൊരു വിളിച്ചല്ലേ, നിങ്ങൾ കേട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കയറി കൂടെടുക്കാൻ വരാം. അതെങ്ങനെ സാറ് ദേഷ്യപ്പെട്ടോ? പിന്നെ എങ്ങനെയാണ് സാറേ? നമ്മൾ വിഷമം പറയാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് വന്നപ്പം ഇത് ഞങ്ങളെ പ്രശ്നം മാത്രമല്ല സാറേ. പുറത്ത് കുറെ കുട്ടികളുണ്ട്. ഞങ്ങൾ സംസാരിച്ചോളാം, സാറിൻ്റെ അടുത്ത് കണ്ടു പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു വന്നാണ്. വേണ്ട രവീണ പാപ്പം കുത്തി കൊല്ലട്ട്. നമുക്ക് സാറിനൊക്കെ തേനീച്ചയുടെ കുത്തോണ്ട് ചാവാനായിരിക്കും വിധി. നില്ലേ ഞാൻ വേണ്ടല്ലോ ചെയ്യാം കേട്ടാ. വേണ്ടല്ലോ ചെയ്യാന്ന ഇത്രയുണ്ട് സാറേ. ഇത്രയുണ്ട്. കോളേജ് മൊത്തം പറന്ന് നടക്കുകയാണ്. ഓ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും വരും. ദൂരെ നിന്നും ഇത്രയും ഇങ്ങോട്ടേറ്റം വരുമോ? ഇങ്ങോട്ടായിട്ട് കയറി വരുമോ? അതാണ് ഇവിടെ കുമാരാ കുമാരാ എന്താ സാറേ? ഇതേടെ മുഖത്ത് പൗഡറൊക്കെ പൂശി കുമ്പള പോലെ മൊത്തം തേനീച്ച കുത്തിട്ട് ചുണ്ണാമ്പ് വെച്ചാ സാറേ. നിന്നെ കയറ്റി കുത്തിയാ? കരച്ചിലും വെച്ചിലൊന്നും കേട്ടില്ലോ മാരേട്ടാ. ഓ പാവം പ്യൂണിന്റെ കരച്ചിലൊക്കെ ആര് കേൾക്കാന്? കണ്ടില്ലേ സാറേ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അങ്ങനെ പഠിക്കും. അവസാനം മാർക്ക് കുറയുമ്പോൾ സാറ് തന്നെ ഞങ്ങൾ കുറ്റം പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറയാം. അവിടെ നാളെ വന്ന് കൂടെ ഇളകിക്കോളും. സാറേ കാട്ടിൽ നിന്ന് ലാടന്മാർ വന്നാലേ പറ്റൂന്ന് അവര് പറയുന്നത്. കണ്ട, ഇതാണ് പ്രശ്നം. കൂടളൊക്കെ ആളില്ല. ആളിനെ ഞങ്ങൾ കേട്ടോ. ആര് ആളിനെ ഞങ്ങൾ കൊണ്ടുവരാം. അത് കുരുടി രാജു. ആ കൊടിയനാ ഈ കോളേജിൽ 7 അയലത്ത് കൊണ്ടുപോകാനാണ്.
സാറേ ചിലതിന് ചില ആൾക്കാരെ പറ്റുള്ളൂ. അതെ, കുരുടി രാജ് കറക്റ്റാണ് സാറേ. ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലായിടത്തും കൈ തരും. ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛനെ ഇത് ഞങ്ങളെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈമാറിയ കാര്യമാണ്. നടക്കുവോ? ഇവിടെ ആദിവാസികൾ വരെ കൈവിട്ട കേസ് ഈ രാജ് ചെയ്തിട്ടുണ്ട്. വടം മുകളിൽ കെട്ടി കയറി തൂങ്ങി സാരത്തെ പിടിച്ച് കൈ തരും. കൈ തന്നാ കുത്തൂല്ലേ? കുത്താതിരിക്കാൻ വേറെ പരിപാടി ഉണ്ടേ. എന്താ? ഈ തേനീച്ചയുടെ റാണിയെ നൈസായിട്ട് ഞാൻ അടിച്ചു മാറ്റും. റാണിയാ? രാജാവിന്റെ ഭാര്യ. ഓടാ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ലേലും കോളേജിന്റെ ഒരു ആവശ്യം വരുമ്പോ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ നിലയും വിലയൊക്കെ എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും. കുറിച്ച് നമുക്ക് എന്തിനാണ് ആ നിലയും വിലയൊക്കെ? നമ്മളെ കോളേജിന്റെ ആവശ്യമല്ലേ? നമുക്ക് ആരും നന്ദി പറച്ചിലൊന്നും വേണ്ട. കൂടുതൽ വാചകം കൊടുക്കല്ലേ. 2000 കൊടുത്തിട്ടല്ലേ ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓസിനൊന്നുമില്ല. വേണമെങ്കിൽ 100, 200, 100 കൊടുക്കാൻ. എന്നൊക്കെ വാടക്ക് ഒരു കുത്ത് കുത്തിയാ പോരാ. രാജു കയറുമ്പോൾ നോക്കിയേ കയറണം. ചെറുതും ചവിട്ടി വൃത്തിയായിട്ടാക്കരുത്. ഞാൻ അടുത്ത വർഷം പെയിന്റ് അടിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കേട്ടാ. ഓ ചെവരില്ലാത്ത സ്ഥലത്ത് ഈ രാജ് കയറിട്ടുണ്ട്. സാറ് അത് വിട്. പോയി ഒരു ചാക്കെടുത്തുണ്ടോ? ചാക്കെടുക്കാനോ? ഞാനേ ഈ കോളേജിലെ പ്രിൻസിപ്പലാണ്. അല്ല അതിന്റെ കൈകളൊന്നും അല്ല. എനിക്ക് ചാക്കെടുത്ത് തരാൻ 2000 രൂപ എണ്ണി കൊടുക്കാൻ വേണം. എവന്റെ വാങ്ങിയിരിക്കണ കേൾക്കാൻ വേണം. അതെ സാറേ, ഞാൻ ഒരു 5 സെന്റ് എഴുതി തരാണെന്ന് പറഞ്ഞില്ലല്ലോ. സാറ് ചാക്കെടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂലേ? സുമാരാ വായി പൊളിച്ചിരിക്കാതെ അല്ല ചാക്ക ചോക്കാലുണ്ടെങ്കിൽ എടുത്തോണ്ട് പോട്. മനുഷ്യന് ഒരു സമാനം തരരുത്. ഓരോ സമയം ഓരോ മരപ്പട്ടി ഈനായും വെച്ച് എന്നും പറഞ്ഞോണ്ട് നിന്റെയൊക്കെ പാടുപോലെ ചെയ്യും. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോട്ടെ സാറ് പോലെ. പോലെ ഈ വടമൊക്കെ എടുത്തോണ്ട് മുകളിലോട്ട് പോകും. ഞങ്ങളാ മറ്റേ റെഡിയല്ലേ? മറ്റേ റെഡി അല്ല? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം അമ്പും വില്ലും മേളിൽ വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് പോണേ. താനിവിടെ തേനീച്ചനെ പിടിക്കാൻ വന്നാണ് തെരുവ് സർക്കസിന് വന്നാണ്. സാറ് വാമപ്പാണെന്ന്. വാമപ്പ് എന്ത് അപ്പായാലും ശരി ഇവിടെ കോപ്രായം കാണിക്കാൻ പറ്റില്ല. വന്ന പണി ചെയ്തിട്ട് പോകും. സാറേ അയാൾ വ്യായാമം ചെയ്താലേ ഏകാഗ്രത കിട്ടൂ. ഏകാഗ്രത ഉണ്ടെങ്കിൽ റാണിയെ പിടിക്കാൻ പറ്റൂ. റാണിയാ? തേനീച്ചയ്ക്ക് റാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാറ് ബുക്കെടുത്ത് തറാപറാന്ന് വായിക്കും പോലെ ഒന്നും അല്ല. വാ അണ്ണാ ഇങ്ങോട്ട് മാറിയില്ല. ഈ തേനീച്ച കൂടെ ഇളകുമ്പോഴേ അതിൽ നിന്ന് കുടുകുട നല്ല മധുരമുള്ള തേൻ കിട്ടും. എമിലിക്ക് തേൻ ഇഷ്ടമാണോ? പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനൊന്ന് കുറച്ചെടുത്ത് തരുമായിരുന്നു. പിന്നെന്താ, ആ കൂട്ടിലെ മുഴുവൻ തേനും ഞാൻ എമിലിക്ക് ഒരു കുപ്പിയിലാക്കി തരാം. എമിലി അത് കൊണ്ടുപോയി ചാവാറായി കിടക്കണം നിന്റെ അമ്മമ്മയുടെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അവരത് കുടിച്ച് ചാവട്ടെ. ഞങ്ങൾക്ക് കൂടി തരുവോ ചേട്ടാ? ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് തേൻ. കൂടുതൽ തേനൽപ്പിക്കാൻ ചേട്ടൻ ചെല്ല്. നിനക്കൊക്കെ പാവയ്ക്ക ജ്യൂസാണ് അടിച്ചു തരേണ്ടത്. ഞാൻ വരാം, ശരിയാക്കി തരാൻ. അവിടെ കൊണ്ട് കയ്യിൽ ബോട്ടിലായിട്ട് സാറേ അവരിപ്പോ കൂടിളക്കാൻ കയറി കാണും. അതുകൊണ്ട് കൂടിളക്കാൻ കയറുമ്പോഴേ നല്ല തേൻ കിട്ടും. തേൻ കിട്ടും. ആ നല്ല മധുരായിരിക്കും അല്ലേ? പിന്നെ നല്ല മുതലാണെന്നാണ് അവർ പറയുന്നത്. അമ്മയുടെ ജാടയും കാണിച്ചല്ലേ? വല്ല കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചാ തേൻ കിട്ടുമെന്ന്. ആ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരട്ടെ സാറേ. നില്ല ഞാനേ ഇതും കൂടെ ഉണ്ട്. ഇതിൽ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് നീ എടുത്തോ. അല്ല ഇതിനകത്തൊക്കെ തേൻ തരുമോ? അതൊക്കെ തരും. പ്രിൻസിപ്പാളെന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോ എന്നാന്ന് പറഞ്ഞാൽ കിട്ടും. ശ്രമിച്ചു നോക്കാം. ചെല്ലേ ഞാൻ പോയിട്ട് വരട്ടെ. മുഴുവൻ അടിച്ചോണ്ട് പോകരുത്. ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടേ പോകാവൂ. ഇത് അന്ന എന്താ കാണിക്കണ്ട.
നോക്കി നോക്കി നോക്കി. എടാ ഇത് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജ് മുണ്ടെടുത്ത് കൊടുക്കടാ. സാറ് ഉയരത്തിലുള്ള പണിയൊക്കെ ചെയ്യുമ്പോൾ സർവ്വസാധാരണ ഞാൻ പറഞ്ഞു കേൾക്കും മുണ്ടെടുത്ത് കൊടുത്തു. വെറുപ്പിക്കല്ലേ? അയാൾ നിക്കർ ഇട്ടിട്ടുണ്ടല്ലോ ഇട്ട് കൊടുത്തേ. ഒരു നല്ല ചിരിക്കണം. ഒരു കല്ല് കെട്ടിയിട്ടുണ്ടോ? കല്ല് നിങ്ങൾ ചെയ്യും വേഗം. അമ്മ ഉണ്ടല്ലോ ഇങ്ങനെ. കല്ല് തലയിൽ വീഴും. ഈ വർഷാവർഷം കുട്ടമ്പിള്ള മെമ്മോറിയൽ കബഡി ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ കോളേജിൽ നടത്താറുണ്ടല്ലോ. സീനിയർക്ക് അറിയാവോ ആരാണ് ഈ കുട്ടമ്പിള്ള എന്ന്? അറിയാം. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഈ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ വലിയൊരു ജോത്സ്യനായിരുന്നു. അങ്ങേര് കബഡി നിരത്തി പറഞ്ഞതാണ് നമ്മുടെ ഈ കോളേജ് ഇരിക്കുന്ന സ്ഥലം കോളേജ് വയ്ക്കാൻ പറ്റിയതാണ്. ഈ സ്ഥലവും അല്ലടാ, അങ്ങനെ ഒരു ജോത്സ്യനാണ്. ഈ കബഡി നിരത്തലും ഈ കബഡി കളിയായിട്ട് എന്താണ് ബന്ധം? യാതൊരു ബന്ധമില്ല. അത് നമ്മുടെ നാട്ടുകാരല്ലേ പറഞ്ഞു പറഞ്ഞ് അവസാനം കബഡിയായിട്ട് മാറി. സത്യം പറഞ്ഞാലേ ഈ കുട്ടമ്പിള്ളയ്ക്ക് ഈ കബഡി തരത്തിൽ മാത്രമല്ല വേറെ ഒന്നും അറിഞ്ഞൂടാ. കബഡിയും കളിക്കാൻ അറിഞ്ഞൂടാ, ഗോലിവലും കളിക്കാൻ അറിഞ്ഞൂടാ. അതുപോട്ടെ, നിനക്ക് കളിക്കാൻ അറിയാം. പിന്നെ അതൊക്കെ ഞാൻ സിനിമയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ കബഡി കളിക്ക് ചേരാന്ന് എന്നെ സമ്മതിച്ചത് ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് കിട്ടിയാ? ജയിച്ചാലടാ കിട്ടൂ. അവിടെ മമ്മൂടെ. എടാ മമ്മു, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ സാറേ പ്രശ്നം? നമ്മുടെ കോളേജിന് 2 കബഡി ടീമാണല്ലോ. അതെ, ഒന്ന് ബോയ്സും മറ്റൊന്ന് ഗേൾസും. അതെ. 2 വർഷക്കാലമായി നിരന്തരം നമ്മുടെ ടീം പരാജയപ്പെടുകയാണ്. തോറ്റ 2 വർഷം സാറായിരുന്നല്ലോ കോച്ച്. ഞാൻ കോച്ച് ചെയ്തുകൊണ്ടല്ല, എൻ്റെ കളിയൊക്കെ മോശമായത് കൊണ്ടാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ സച്ചിൻ മാത്രം കളിച്ചാൽ കളി ജയിക്കില്ല. അതിനിവിടെ ആരാണ് സാറേ? സച്ചിൻ സാറോ? അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ വർഷം കപ്പ് നേടണം ഈ കോളേജിൽ. അതുകൊണ്ട് പറയുന്നു, ഈ വർഷത്തെ കുട്ടപ്പൻ സ്മാരക കബഡി മത്സരത്തിൽ ഗേൾസ് ടീം പങ്കെടുക്കും. അപ്പൊ ഞങ്ങള് നിനക്കൊക്കെ വരാൻ, കളി കാണാം. സാറേ ഇത് ശരിയാവില്ല സാറേ. സാറേ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ ടീം തോറ്റെന്നുള്ളത് ശരിയാണ്. ആദ്യത്തെ വർഷത്തേക്കാൾ ബെറ്റർ ആയിരുന്നില്ലേ കഴിഞ്ഞ വർഷം? അപ്പൊ ആദ്യത്തെ വർഷം പോയെന്നാൽ എങ്ങനെയായിരുന്നു സാറേ? എതിർ ടീമിന് 11 ഞങ്ങൾക്ക് 0. രണ്ടാമത്തെ വർഷം എതിർ ടീമിന് 10 ഞങ്ങൾക്ക് 0. ഒരു പോയിന്റ് കുറഞ്ഞില്ലേ? എന്തായാലും 0 ആണല്ലോ. എടാ പോത്തെ പൊട്ടന് പറഞ്ഞു കൊടുക്ക്. ഇതൊരു തീരുമാനമാണ്, ഞാൻ പറയാം, എന്റെ തീരുമാനമല്ല. നീ ക്യാപ്റ്റൻ നിലയിൽ ഞാൻ ഒരു കാര്യം പറയും. പ്രിൻസിപ്പലിന്റെ ഓർഡറാ. എന്താ ഓർഡർ? ഞങ്ങള് ഇല്ല അല്ലേ? ശരിയായിട്ടാ. ഈ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ടീമിനോട് ഈ കാര്യം പോയി പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനെ ഡീൽ ചെയ്താൽ ശരിയാവില്ല. ചെല്ലി പോയി പറ. അബദ്ധം കാണിക്കുന്നില്ല, നീ പോയി പറ. സാറേ ഇത് കുറച്ച് കടന്ന കൈയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവര് വരട്ടെ. സംഭവം പൊളിഞ്ഞ് കലിപ്പായി. നമ്മളല്ല ഇപ്രാവശ്യം കബഡി ടീമിന് പോകുന്നത്, ആ ഗേൾസിനെയാണ് വിടുന്നത്. നമ്മള് വീക്കാണെന്ന്. ഓ അത് സത്യമാണ്. പിന്നെ പക്ഷേ നമുക്ക് ഇതിനെതിരെ പ്രതികരിച്ചാൽ പറ്റുള്ളൂ. പിന്നെ പ്രതികരിക്കണം. ആദ്യം ആർട്സ് ക്ലബ് ചെയ്യുന്നു പോയാളിയാ, ഇപ്പൊ ഇതും നാണക്കേടാണ്. അത് പറ്റൂല. മമ്മൂടെ അവിടെ സ്റ്റാഫ് റൂമിൽ സാറുമായിട്ട് ഒരേ പ്രശ്നത്തിലാണ്. നിങ്ങളെ വിളിച്ചോണ്ട് ചെല്ലാൻ. നീ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നാ? പിന്നല്ലാതെ. എടാ അവൻ കലിപ്പായ നിനക്ക് അറിഞ്ഞൂടാ, അവൻ അടക്ക അടിച്ച് പൊട്ടി. എന്ത് ചെയ്യാൻ? നീ എന്ത് ചെയ്യാണെന്ന് അങ്ങോട്ട് പോകാം. ഞാൻ എന്ത് ചെയ്യാണെന്ന് പ്ലീസ് സാറേ, ഇത് നമ്മളെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യണം. നീ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കാൽമേന്നോട്. ക്യാപ്റ്റൻ ആയിട്ടാണ് സാറേ ഞാൻ കാല് പിടിക്കുന്നത്. സംഭവിക്കണം. മറ്റുള്ള കോളേജിലെ കുട്ടികളെ ഉണ്ടാകുന്നത് നമ്മളെ മുഖത്ത് കാർക്കിച്ചു പ്ലീസ് സാർ, ഞങ്ങളെ തന്നെ ടീമിൽ ഇറക്കണം. അവരുടെ സാറിന്റെ കയ്യും കാലും ഒക്കെ വലിച്ച് പിടണോടാ. വലിച്ച് പിഴണ്, കാലി പിടിക്കണത്. പ്ലീസ് സാർ, ഞാൻ പറഞ്ഞത് കേൾക്ക് സാർ. മസിൽ കയറും തന്നെ. ഇനി സാറിന് എവിടെ സാറേ മസില്? നമുക്ക് ഒരുത്തന്റെ സാറിന്റെ ഔദാര്യം വേണ്ട. നമ്മൾ കബഡി മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. എണീക്കടാ നാണമില്ലാത്തവനെ. വേറെ മാർഗമുണ്ട്, നീ വാ. ഞാൻ വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയാണ് സാറേ. കാണിച്ചു തരാം സാറേ.
കബഡി 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 കളി ഇത് കബഡി കളി 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 കബഡി കളിക്കാൻ പെൺപട വേണ്ട കബഡി കളിക്കാൻ പെൺപട വേണ്ട കബഡി കളിക്കാൻ ആൺപടയുണ്ട് കബഡി കളിക്കാൻ ആൺപടയുണ്ട് കബഡി കളി ഇത് കബഡി കളി 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 ബലിഷ്ഠമായ കരങ്ങളുണ്ട് ബലിഷ്ഠമായ കരങ്ങളുണ്ട് ഉറച്ച കാലിൽ മസിലുകളുണ്ട് ഉറച്ച കാലും മസിലുകളുണ്ട് ബലിഷ്ഠമായ കരങ്ങളുണ്ട് സാർ 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 ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ തീരുമാനം 3 പേര് കൂടെ ഉള്ളൂ. 3 പേരല്ല, അവർ 5-6 പേരുണ്ട്. ഇല്ല 3 പേര് 2 ലൈഫും കൂടെ ഉള്ളൂ. സാർ എന്തിന്റെ അടി പറയുന്നത്? ഗെയിമിന്റെ. സാറെ പുറത്ത് പിള്ളേർ സമരത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ എന്ത് പറ്റി? ആ കുട്ടൻപിള്ള മെമ്മോറിയൽ മാച്ചിന് ആൺകുട്ടികളെ വിടണമെന്നും പറഞ്ഞിട്ട് അവർ സമരം നടത്തുക. സാർ മുദ്രാവാക്യം വിളി കേൾക്കുന്നില്ലേ? അതിന് അമ്മമാരുടെ ചോദിച്ചില്ലല്ലോ. അമ്മമാരോട് ചോദിക്കണ്ടേ? ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളല്ലേ? മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ കൂടെ വന്നിട്ടില്ലേ? എന്നിട്ട് ചോദിക്കാത്തത്? സാറേ ഇത് പുറത്ത് കേട്ടിട്ട് വല്ല പാർട്ടിക്കാരും അകത്തോട്ട് വന്ന് അവർ കാര്യങ്ങൾ ഏറ്റെടുക്കും. സാർ ഒരു അനൗൺസ്മെന്റ് നടത്ത്. പ്രിൻസിപ്പൽ നീതി പാലിച്ചു തുടങ്ങി. പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ സമരം ചെയ്തതിന്, അതായത് അച്ചടക്ക ലംഘനം നടത്തിയതിന് നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം ഒഴിവാക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ സസ്പെൻഷൻ ഒഴിവാക്കുക. താങ്ക് യു. ഇല്ല സാർ, ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അതെ സാറേ, സസ്പെൻഷൻ ഞങ്ങൾക്ക് പുല്ലാണ്. സാറിന്റെ ഈ പഞ്ച് ഡയലോഗ് കേട്ടിട്ടേ ഞങ്ങൾ ചിതറി ഓടുന്ന കൂട്ടങ്ങളല്ല ഞങ്ങള്. ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണ് സാറേ. ഒറ്റക്കെട്ടാണ് വിളിക്കുന്നത്. നല്ല ഒത്തൊരുമേളയാ. എല്ലാരും പോയല്ലേ? രവിയണ്ണ ഇവിടെ. അത് പിന്നെ ആദ്യം മുങ്ങി കാണും. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് നീയൊക്കെ നേതൃത്വം കൊടുത്ത് കബഡി കളിക്കാൻ പോയല്ലേ, തോറ്റി പാളീഷായി തിരിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് ഈ വർഷമെങ്കിലും ഈ കോളേജിന് ഒരു കപ്പെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളേരെ വിടുന്നത്. ഏത് പിള്ളേരെ? ഇവരെ കൊണ്ടുപോയിട്ട് കപ്പ് കൊണ്ടുവരും. എന്താണ് ഇത്ര ഉറപ്പ്? അവരിവിടുന്നൊക്കെ നിന്റെ ഈടി പൊളിച്ചാൽ മതി. കണ്ട ചന്ത സംസ്കാരമുള്ളവരൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അതെന്തറിയാമോ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം പ്രായം മറന്നുള്ള വിളിയല്ലേ? കബഡി മത്സരത്തിലല്ല, അടി മത്സരത്തിനുണ്ടോ? സൈലൻസ്. ഇത് പ്രിൻസിപ്പാളിന്റെ റൂമാണ്. എന്ത് റൂമാണ്? സാറ് പറഞ്ഞോണ്ട് ടീച്ചർ പറഞ്ഞോണ്ട് സാറ് പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ. ബഹുമാനം ഇല്ല സാർ. ഞാൻ ഒന്ന് പറയട്ടെ. ഇത് പൂരപ്പറമ്പൊന്നുമല്ല. അതുകൊണ്ട് സഭ്യമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങും. സഭ്യമായ ഭാഷയാണ് സാർ. അല്ല, അതുകൊണ്ടല്ലേ നിർത്തിയത്. നിങ്ങൾ തുടങ്ങും. ലേഡീസ് ഫസ്റ്റ്. എന്തൊരു വാസറിയാം രവി, ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അവര്. എന്താ പറയാനുള്ളത്? പറയൂ. ഞങ്ങൾക്ക് കബഡി മത്സരത്തിന് പോണം സാർ. ഇവരെ കാര്യം പറയാൻ പോലും കേട്ടാ എന്താ പറയാ? കഴിഞ്ഞ പ്രാവശ്യം ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷൻ തോറ്റിട്ട് വന്നതാ. അതെ സാറേ, വേറൊരു കാര്യം അറിയോ? അതിന്റെ കാർട്ടൂൺ വരെ ഇറങ്ങി. സാറിന്റെ തലയിൽ വെച്ചിട്ട് ബാസ്കറ്റ് ബോളിലോട്ട് ഇതിനെ പറ്റി ടീച്ചറിനും സാറിനും എന്താണ് തീരുമാനം എടുക്കാനുള്ളത്? ടീച്ചറെ അഭിപ്രായം. സാറേ, ഞാനൊരു ഓപ്ഷൻ പറയാം. നമുക്ക് ഗേൾസിനെയും ബോയ്സിനെയും വെച്ചിട്ട് ഒരു ഇന്റേണൽ മാച്ച് നടത്താം. അതിൽ വിജയിക്കുന്ന ആൾക്കാരെ ഇന്റേണൽ മാച്ച് നടത്താം സാർ. അപ്പൊ അതിത് ജയിക്കുന്നവരെ
ഞാൻ ആദ്യം പോട്ടാ. ആദ്യം സാറ് പോട്ടെ. ആദ്യം സാറ് ഞാനെന്തിനാ പോണേ? അതൊന്നും സാറില്ല. ഇനി ഇങ്ങോട്ടൊന്നും വന്നാൽ അതിലേ പോ. വാ വാ വാ. കബഡി 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 എന്താണ് സീനിയർ? എന്താണ് വേണ്ട വേണ്ട സാർ ഇരിക്കും സാർ കളിക്കും. ഇരു ടീമുകളും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. എന്നിരിക്കെ കുട്ടമുള്ള ട്രോഫിക്ക് വേണ്ടി മത്സരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗേൾസിനെയാണ്.
ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യ്. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഗെയിം തുടങ്ങി ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ഗേൾസ് ആണ് ബോയ്സിനെ മൊത്തം ഔട്ട് ആക്കിയത്. അവരുടെ പെർഫോമൻസ് ആയിരുന്നു ബെസ്റ്റ്. വെട്ടത്തോലെത്തിയില്ല. അതാണ് കാരണം ഗേൾസിനെ വിടാനായിട്ട്. മനസ്സിലായോ? കളമാക്കി ചോട്ടൊന്നുമല്ല, പെർഫോമൻസ് അവരുടെ തന്നെയാണ് ബെസ്റ്റ്. ഇത് ന്യായം തന്നെ. ഒരു കാര്യം ഉറപ്പായി, ഈ വർഷത്തെ ട്രോഫി ഈ കോളേജിന് തന്നെ. ഈ കോളേജിന് ഓക്കെ പറഞ്ഞ പോലെ ഇതാര് ഫൈനൽ ഡിസിഷൻ സാർ? കാണാം. മസിലൊന്നും കാര്യമില്ല. കളിക്കണം. മസിൽ കാര്യമില്ല. അനുഗ്രഹിക്കണം. സാറേ ഒരു പ്രാവശ്യം കൂടി നോക്കാനുണ്ടോ നിങ്ങള്? അടുത്ത ട്രോഫിക്കാവട്ടെ. അടുത്ത ട്രോഫിക്കാവട്ടെ. അടുത്ത ട്രോഫിക്കാവട്ടെ. ഈ നേരത്തെ ജേഴ്സിയൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കബഡി കളിക്കേണ്ട നമ്മള് എത്ര കുട്ടികൾ വരുന്ന പരിപാടിയായിരുന്നു. എല്ലാത്തിനും എൻ്റെ ആയിട്ടുള്ള സമയമുണ്ട് മോനെ. ഡേയ് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് കണിയാൻ കുട്ടൻപിള്ളേരെ പേരല്ലേ. നമ്മളെ താലൂക്കിലെ കോളേജുകൾ മാത്രം പങ്കെടുക്കുന്ന കബഡി മത്സരം അല്ലേ. തളരരുത് മക്കളെ. അങ്ങനെ തളർന്നിരുന്നെങ്കിൽ എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആവില്ലായിരുന്നു. ഞാൻ തളർന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര എം എ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതുമായിട്ടൊന്ന് ബന്ധം അസംബന്ധം. ഒരു ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. എന്നാലും എബ്രാഹിം കബഡി മത്സരം തമ്മിൽ ബന്ധപ്പെടുത്തി സംസാരിച്ചത് ഇങ്ങനെ ചില സമയത്ത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും കബഡി കളിച്ചാണോ അതല്ലേ? എന്തായാലും നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടി. ട്രോഫി നീ ചോദിക്കും. ടീച്ചറെ മാച്ച് കഴിഞ്ഞാ? ജയിച്ചാ ടീച്ചറെ? എന്താരും ഒന്നും മിണ്ടാത്ത തോറ്റാ? കളി നടന്നില്ല. കളി നടന്നില്ല. അതൊരു ആ കുട്ടൻപിള്ള മെമ്മോറിയൽ ട്രോഫി ഏതോ സാമൂഹ്യ വിരുദ്ധർ അടിച്ചുകൊണ്ട് പോയി. മെയിൻ ട്രോഫി ഇല്ലാതെ എങ്ങനെ കളി നടക്കാനാ? ഹാപ്പി ആയില്ലേ? ഞങ്ങള് അങ്ങനെ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ടീച്ചറെ. ടീച്ചർ സങ്കടമുണ്ട് കേട്ടോ. സാമൂഹ്യ വിരുദ്ധരാ? അതേ സാമൂഹ്യ വിരുദ്ധര് ആരുടെ കളിയത്? കുട്ടികളുടെ ട്രോഫി ട്രോഫി സാമൂഹ്യ വിരുദ്ധര് അടിച്ചോണ്ട് പോയെന്ന്. കബഡി